അപ്പോൾ നമ്മുടെ ബീഫ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ മൊരിച്ചെടുക്കാൻ ഒരു തുള്ളി എണ്ണ പോലും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നല്ല അടിപൊളി ബീഫ്. അപ്പോൾ എപ്പോഴും കുറച്ച് നെയ്യുള്ളത് എടുക്കുവാണെങ്കിൽ നല്ലത്. ഇപ്പം നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ചട്ടിയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നു. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്തുനിന്ന് പയ്യെ വെള്ളം ഇറങ്ങും. അപ്പോൾ നമ്മൾ അത് പയ്യെ ഒന്ന് ഇളക്കി, പിന്നെ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ശരിക്കും ഇറങ്ങുന്നോടം വരെ ഇളക്കി, എന്നിട്ട് അത്യാവശ്യം വെള്ളം നന്നായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടുക. എന്നിട്ട് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ വെള്ളം തീ ഒത്തിരി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കുറച്ചേക്കാം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം പറ്റിപ്പോയി കഴിഞ്ഞിട്ട് വേവത്തില്ല. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മളതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കണം. അപ്പോൾ ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒരു അല്പം വലിപ്പമുള്ളതാണെന്നുണ്ടെങ്കിൽ നല്ലത്. നമ്മൾ തീരെ ചെറുതായിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്കും കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അതൊരു മൂടി വെച്ച് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളമൊക്കെ പയ്യെ പറ്റി കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അകത്തേക്ക് കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, പിന്നെ അതുപോലെ പെരുംജീരകം ഇതെല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വിടുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി ഇതെല്ലാം കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കുക. അപ്പോൾ തീ ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ പൊടി കരിയും. അപ്പോൾ നമ്മൾ തീ ഇച്ചിരി കുറച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും അത്യാവശ്യം ക്ഷമ വേണം. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. നമ്മൾ തീ ഒത്തിരി കൂടി പോവാതെ തീ മാക്സിമം ഒരു മീഡിയത്തിലും അല്ലെങ്കിൽ കുറച്ചതിലും താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടപെടാതെ ഇങ്ങനെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം വെള്ളം ശരിക്കും തീർത്തും പറ്റി പയ്യെ അതിൻ്റെ അകത്ത് നെയ്യൊക്കെ ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ച സവാള ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഇളക്കി വിടുക. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ആഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ ഒപ്പം തന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി എടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആളടുത്ത് തന്നെ ഉണ്ടാവണം. കരിഞ്ഞു പോവാതെ നമ്മളിങ്ങനെ ഇടവിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി, തീ ഒത്തിരി കൂടി പോകാതെ എന്നാൽ തീർത്തും കുറഞ്ഞും പോകാതെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നെയ്യൊക്കെ നന്നായിട്ട് ഇറങ്ങി അത് ബീഫിൻ്റെയൊക്കെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയാവും. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് പിന്നെയും വേവിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ശരിക്കും ബീഫ് നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് ബ്ലാക്ക് കളറിൽ വന്നു. നെയ്യൊക്കെ നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയേക്കണം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ പാകം എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് നല്ല നെയ്യുള്ള ഇറച്ചി ആയതുകൊണ്ട് തന്നെ ഇത്രയും നമുക്ക് ഫാറ്റ് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നെയ്യില്ലാത്ത ബീഫാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഫാറ്റ് അതിൻ്റെ അകത്ത് വരത്തില്ല. അപ്പോൾ നമ്മളൊരു പീസ് എടുത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൻ്റെ അകമൊക്കെ കാണുമ്പോൾ കളറൊക്കെ നല്ല അടിപൊളി, നല്ല കാട്ടുപോത്തിൻ്റെയൊക്കെ ഇറച്ചിയുടെ ഒരു ഫീല് നമുക്ക് തോന്നും. അപ്പോൾ നമ്മളതിൻ്റെ അകത്ത് നിന്ന് അത്യാവശ്യം ഈ ഉരുകി ഇറങ്ങി വന്നിരിക്കുന്ന നെയ്യ് പയ്യെ മാറ്റി വെച്ചു. നമുക്ക് എന്നിട്ട് വേറെ ഇനിയിപ്പോൾ കപ്പയൊക്കെ എന്തെങ്കിലും ഉലർത്തുമ്പോഴൊക്കെ അത് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2-2.5 മണിക്കൂർ, ഓൾമോസ്റ്റ് 3 മണിക്കൂറെങ്കിലും ഉണ്ടാവും ഫുള്ള് കുക്കിങ് തന്നെ. അപ്പോൾ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഇത് ടേസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അറിയാലോ, നമ്മുടെ നല്ല നാടൻ പൊറോട്ടയുടെ ഒപ്പം തന്നെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ആ ഒരു ഫീല് കിട്ടുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ.
അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോകളൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ പിന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ബൈ.